മലപ്പുറത്തെ ഇക്കമാരെ താത്തമാരെ, നിങ്ങൾ 3 വർഷമായോ തുടർച്ചയായി 15 വർഷമായി പഞ്ചായത്തിൽ തദ്ദേശ സേവനത്തിൽ വാർഡ് മെമ്പറോ ബ്ലോക്ക് മെമ്പറോ ജില്ലാ കമ്മിറ്റി മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ ബ്ലോക്ക് പ്രസിഡന്റോ ജില്ലാ പ്രസിഡന്റോ ആണോ? ടാറ്റ, നിങ്ങൾക്കിനി പണിയില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താം. ജൂനിയേഴ്സ് നിങ്ങൾ മാറിക്കൊടുക്കുക. വളരെ കൃത്യമായി, ജൂനിയേഴ്സ് മീൻസ് രാഷ്ട്രീയത്തിൽ, അല്ലാതെ പ്രായം കൊണ്ടല്ല. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഇനി നിങ്ങൾ 3 വർഷം തുടർച്ചയായി മത്സരിച്ചവർ ഒരു കാരണവശാലും മത്സരിക്കേണ്ട കാര്യമില്ല. അപ്പോഴൊരു പ്രശ്നമുണ്ട്. ഈ തുടർച്ചയായി മത്സരിച്ചവരിൽ ഗ്യാപ്പിട്ട് മത്സരിച്ചവർക്ക് നിൽക്കാൻ പറ്റുമോ? കാര്യം ആദ്യം ഒരു പ്രാവശ്യം മത്സരിച്ചു, പിന്നെ മത്സരിക്കാതെ പിന്നെ വന്ന് മത്സരിച്ചു, അങ്ങനെ പറ്റുമോ? ടോട്ടൽ 3 ചാൻസ് ആണോ അതോ തുടർച്ചയായി 3 ചാൻസ് ആണോ? അതറിയില്ല. അതിനിപ്പോൾ ക്ലാരിറ്റി വരേണ്ടതുണ്ട്. എന്തായാലും 3 പ്രാവശ്യം മത്സരിച്ചവർക്ക്, അല്ലെങ്കിൽ തുടർച്ചയായി 3 പ്രാവശ്യം മത്സരിച്ചവർക്ക് ഇനി മത്സരിക്കാൻ തൽക്കാലം ലീഗിൽ സ്ഥാനമില്ല എന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പത്രത്തിൻ്റെ ബൈറ്റ് പത്രക്കാർക്ക് മീഡിയക്കാരോട് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള ആളുകളെ ഒരുക്കുവാനുള്ള ക്യാമ്പുകൾ നടത്തുന്നു, ശില്പശാലകൾ നടത്തുന്നു. അവർ സന്നാഹത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ലീഗ് ഒരുങ്ങുകയാണ്. ഈ ഒരുക്കത്തിൽ അവരിപ്പോൾ എടുത്തിട്ടുള്ള വളരെ ക്രിയാത്മകമായിട്ടുള്ളൊരു തീരുമാനമാണ് 3 വർഷം 3 ടേം, വർഷമല്ല 15 വർഷം തുടർച്ചയായി ഇരുന്നവർ മാറിക്കൊടുക്കുക. അതുപോലെ വനിതകളെ കൊണ്ടുവരുന്നു, യുവാക്കളെ, അങ്ങനെ വേറൊരു തരത്തിലേക്കാണ് ലീഗ് ഇപ്പോൾ പോകുന്നത്. എല്ലാ പാർട്ടികളും തദ്ദേശ സ്വയംഭരണത്തിൻ്റെ തെരഞ്ഞെടുപ്പിലേക്കാണ്, തയ്യാറെടുപ്പിലേക്കാണ്. ആ തയ്യാറെടുപ്പിൽ കുറച്ച് മുന്നേ ഈ ലീഗ് കുറച്ചുകൂടി സംഘടനാപരം, കാരണം അവർക്ക് 2-3 ജില്ല നോക്കിയാൽ മതി. പ്രധാനമായും മലപ്പുറം ജില്ല, പിന്നെ കോഴിക്കോട് ജില്ലയുടെ കുറച്ച് ഭാഗങ്ങൾ, പിന്നെ കേരളത്തിലെ അപൂർവം സ്ഥലങ്ങളിൽ നോക്കിയാൽ മതിയല്ലോ. പിന്നെ കൃത്യമായ പാണക്കാട് ശിഹാബ് തങ്ങളുടെ ഫാമിലി, പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള ഒരു കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ ഒരു കേന്ദ്രീകരണം, പിന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വളരെ ചിട്ടയായ ഒരു പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗ് പണി തുടങ്ങിക്കഴിഞ്ഞു. അവർ ടാറ്റ പറഞ്ഞിട്ടുണ്ട് 3 ചാൻസ് ആയവർക്ക്. അപ്പോൾ ഒരുപാട് പുതിയ ആളുകൾക്ക് വലിയ രീതിയിൽ, കാരണം 20,000-ഓളം വരുന്ന 23,000-ഓളം വരുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനാണ് നടക്കുന്നത്. സ്ഥാപനങ്ങളല്ല, വാർഡുകളുടെ ഇലക്ഷനാണ്. അപ്പോൾ വലിയൊരു സംഖ്യ വരും. ഈ ലീഗ് MLA ഈ പഞ്ചായത്തിൻ്റെ ഭാരവാഹികളായിട്ട് വരുന്ന ലീഗ് ഒരു വലിയ സംഖ്യ വരും. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ വലിയ സംഖ്യ വരും. അപ്പോൾ ഒരുപാട് പേർക്ക് അവസരം കിട്ടും. എന്തായാലും പുതിയ തീരുമാനമാണ്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, CPM കുറച്ച് നേരത്തെ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചു. BJP വളരെ ശക്തമായിട്ട് പുതിയ ആളുകളെ എടുക്കുന്നു, പാർട്ടിക്കാരായിട്ടുള്ളവരെ തന്നെ നിർത്തണമെന്നൊക്കെ പറഞ്ഞ് പുതിയ തീരുമാനം എടുക്കുന്നു. കോൺഗ്രസ്സിലും യുവാക്കൾ വരുന്നു. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഒരു പുതുരക്തം, അല്ലെങ്കിൽ പുതുമയുള്ള ആളുകൾ വരുന്നു. ആദ്യം മത്സരിക്കുന്നവരെ എടുക്കുന്നു. പഴയ ആൾക്കാരെല്ലാം ഒന്ന് മാറി നിൽക്കൂ എന്നാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം. അങ്ങനെ പാർട്ടികൾ പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പുതിയ വാർത്തയാണ് നമുക്കിപ്പോൾ നൽകാനുള്ളത്.